ഇവിടെ കേരളം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായ ഒരു ഘടകമാണ് സിനിമ. ലോട്ടറി, മദ്യം, സിനിമ. കച്ചവടം ചെയ്യുന്നത് എന്തൊക്കെയാണ് കേരളം? ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, മദ്യത്തിൽ നിന്നുള്ള വരുമാനം, സിനിമയിൽ നിന്നുള്ള വരുമാനം. തിയേറ്ററിൽ നമ്മളൊരു ടിക്കറ്റ് കീറിക്കഴിഞ്ഞാൽ അതിൽ എത്ര രൂപയാണ് സർക്കാരിലേക്ക് പോകുന്നതെന്ന് നമ്മുടെ പബ്ലിക്കിന് അറിയും. എല്ലാവരും സിനിമയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സിനിമക്കാർ എന്താണത്? സിനിമ എന്ന് പറയുന്ന വ്യവസായം കൊണ്ട് ഇന്ന് നമ്മുടെ സർക്കാരിന് എത്ര രൂപ കിട്ടുന്നറിയും. ഒരു റിവ്യൂവർ വന്നിരുന്ന് സിനിമയെ മോശം പറഞ്ഞാൽ ആദ്യത്തെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട്, ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് ആരെയും പറയുന്നില്ല, ഉടൻ തന്നെ പറയുന്ന കുറെ സംഗതി. ഇത് പറയുന്ന സമയത്ത് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം അറിയും. ആ വ്യക്തി അത് പറയാതിരുന്നാൽ സിനിമ കാണാൻ ജനം ഓൾറെഡി കയറും. അവർക്കൊരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ ഒരു ജീവിതത്തിൽ ടെൻഷൻ മാറ്റി വെച്ച് ഒന്ന് രസിക്കാനാണല്ലോ സിനിമ കാണാൻ പോണേ, ആണല്ലോ. ആ 3 മണിക്കൂർ പോയിക്കോട്ടെ, അവരെന്തിനാ വിലക്കുന്നത്? അപ്പൊ ഈ സിനിമയെ കുറിച്ച് വളരെ മോശം പറഞ്ഞ് അവരെ അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ നിർമ്മാതാവിന് മാത്രമല്ല നഷ്ടം ഉണ്ടാവും. ആർക്കാ നഷ്ടം ഉണ്ടാവുന്നത്? സർക്കാരിനും കൂടിയാണ്. 1 ലക്ഷം പേര് അല്ലെ 2 ലക്ഷം പേര് അത് കാണാതെ പോയാൽ, ആ വ്യക്തിയുടെ ഒരു റിവ്യൂ പ്രകാരം 2 ലക്ഷം പേര് കുറഞ്ഞത് കാണാതെ പോയാൽ 2 ലക്ഷം ഇൻറ്റു 180 രൂപ, 190 രൂപ, എത്ര രൂപ? അതിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന എത്ര എന്ന് അറിയണം, നോക്കണം. അപ്പൊ അറിയാം സർക്കാരിന് എത്ര കിട്ടുന്നു. ആ പൈസ സർക്കാരിന് പോയോ? അപ്പൊ ആരാണ് ഇവർക്ക് സത്യത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടത്? സർക്കാരാണ്. അല്ല ഞങ്ങൾ നിർമ്മാതാക്കളോ ആരുമല്ല ഇറങ്ങിത്തിരിക്കേണ്ടത്. മനസ്സിലായി? ഇത്രയും ടെക്നീഷ്യന്മാര് ഈ സിനിമ തന്നെ എത്ര നാൾ ഇവർ ഇതിന്റെ പുറകെ നടന്നത്, കഷ്ടപ്പെട്ട്. അപ്പോൾ ചോദിക്കും, എന്തിനാ കഷ്ടപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന സിനിമ? എന്തിനാണ് കഷ്ടപ്പെട്ട് റെസ്റ്റോറന്റ് തുടങ്ങുന്നത്? എന്തിനാണ് കഷ്ടപ്പെട്ട് തുണിക്കട തുടങ്ങുന്നത്? എന്തിനാണ് ജൂവലറി തുടങ്ങുന്നത്? എന്നാ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കൊള്ളില്ലെങ്കിൽ പുറത്തിറങ്ങി ഇതേപോലെ പറയും. അവിടെ നമ്മ 100 രൂപ കൊടുത്തിട്ടല്ലേ ആഹാരം കഴിക്കണേ, അല്ലെ 50 രൂപ എടുത്തിട്ടല്ലേ കുടിക്കണേ? ഒരു ചായ 15 രൂപയാണ്. ഇപ്പം ചില്ലി വിട്ട് AC ഇട്ടാൽ 25 രൂപ കൊടുക്കണം, അല്ലേ? ആ ചില്ലി വിട്ട് AC ഇട്ട് ഇച്ചിരി സ്മെല്ലും കൂടെ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് 50 ആയി, ആണോ? പിന്നെ ഒരു ടൈം കെട്ടി വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് 100 ആയി. ചായ തന്നെയാണ്, ആണല്ലോ. ഈ ചായ കുടിച്ച് പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ എന്താ പറയട്ടെ, ആ ഹോട്ടൽ നടത്തുന്ന ആള് ഇൻവെസ്റ്റ് ചെയ്തിരിക്കില്ല പൈസ, അല്ലേ? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് പൈസ. ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ആ പ്രോഡക്റ്റ് കഴിച്ചിട്ട് ഇയാൾ പൈസ കൊടുത്തിട്ടില്ലേ? സിനിമ സെയിം പ്രോസസ് അല്ലേ ചെയ്യുന്നത്? നമ്മള് 150 രൂപ 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നു. അതിനകത്ത് കൊള്ളത്തില്ല എന്ന് വിളിച്ചിങ്ങനെ പറയുമ്പോ അത് ആർക്കാ കൂടുതൽ നഷ്ടം വരുന്നത്? സർക്കാരിനാണ്. അപ്പൊ തീരെ മോശം സിനിമകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. നമ്മൾ എന്തിനാ അത് പറയുന്നത്? ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞോ? അപ്പൊ ആ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? എന്തിനു വേണ്ടിയാണ്? നെഗറ്റീവ് പറയുള്ളൂ, നല്ല പറയില്ല. നെഗറ്റീവ് പറയുന്നത് എന്തിനു വേണ്ടിയാ എന്ന് പറഞ്ഞു? അതെന്തിനു വേണ്ടി? അതും പറഞ്ഞു പൈസക്ക് വേണ്ടി. അപ്പൊ ഒരു 5-10 കോടി മുടക്കി ഇറക്കുന്ന, അല്ലെങ്കിൽ 50-100 കോടി രൂപ മുടക്കി ഇറക്കുന്ന സിനിമ മോശപ്പെടുത്തി 2 വാക്ക് പറയുമ്പോൾ ആ മോശപ്പെടുത്തലിലൂടെ കൂടുതൽ ആൾക്കാർ കാണും. ജസൻ ജോസഫ് നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ തിരിഞ്ഞു നോക്കും, അല്ലേ? അതേസമയം വേറെ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു വെക്കും, അപ്പോഴും കയറി ഗൂഗിളടിച്ച് മറ്റൊടിച്ച് അവന്റെ പുറകെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി, ആണോ? അപ്പൊ നെഗറ്റീവ് ആണ് എല്ലാവർക്കും ഇഷ്ടം. മൈത്രേയൻ പറയുന്ന പോലെ പണ്ട് കലിങ്ങിലായിരുന്നു, ഇപ്പം വാട്സപ്പിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. ഈ പരിപാടി സ്ഥിരമാണ്. നമ്മുടെ ജനിച്ചാൽ മനുഷ്യനാണെങ്കിൽ ആ സ്വഭാവം മാറത്തില്ല. പക്ഷെ ആ സ്വഭാവം ചെയ്തോന്നേ. പക്ഷെ സിനിമയെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിനിമാ വ്യവസായത്തെ ഇതുപോലെ തകർക്കാൻ വേണ്ടി 1, 2, 3 പേര് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഭീകരമാണ്. അപ്പൊ അഭിപ്രായം പറയണ്ട എന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ബോധം കൂടെ വേണം. അപ്പൊ ആ വ്യക്തി പറയുന്നത് എന്തിനു വേണ്ടി? ആ വ്യക്തിക്ക് വൈകിട്ട് പൈസ ഇട്ടാനാണ്, അല്ലേ? അവന് ഇത്ര വ്യൂവേഴ്സ് വരുമ്പോഴത്തേനും ഡോളർ ഇങ്ങോട്ട് വരും. അപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കി, ഇത് എവിടുന്നാ പറഞ്ഞത്? പുറം രാജ്യത്ത് നിന്നാ വരുന്നത്, അല്ലേ? പുറത്തെ സ്ഥലത്തു നിന്നുള്ള ക്യാഷ് ഇവിടെ കിട്ടേൻ ആ വ്യക്തിക്ക്. അപ്പൊ 10, 50, 100 കോടി അല്ലെങ്കിൽ 2 കോടി അല്ലെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 5 കോടി മുടക്കുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ വ്യക്തി കാശുണ്ടാക്കണം അന്ന് തന്നെ. എങ്ങനെ നമുക്കതിൽ യോജിക്കാം? അപ്പോൾ പറയും അവരുടെ വിഷ്വൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ ആ സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ സബ്ജക്റ്റാണ്, ആ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണോ ഇരുന്ന് പറയുന്നത്? ആണോ? ആ സിനിമയുടെ പേര് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ഇതെവിടെ തന്നെയാണോ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇവിടെ ഉള്ള എല്ലാ വ്യവസായങ്ങൾക്കെതിരെയും പ്രതികരിക്കണം. റെസ്റ്റോറന്റ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മാറ്റം, മാളുകള്, ഇപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഇപ്പം ജനങ്ങൾ തന്നെ അത്യാവശ്യം നല്ല റിവ്യൂസിനെ മാത്രമേ എടുക്കാറുള്ളൂ. ഇവിടെ ഒന്നുമില്ല, ഒരു മാറ്റം വന്നിട്ടില്ല. ഈ അവസാനം ഇറങ്ങിയ സിനിമയുടെ അവസാനം അല്ല എവിടെ മാറ്റം പറയാം? ഈ അവസാനം ഇറങ്ങിയ സിനിമ പോലും നോക്കൂ, എവിടെ മാറ്റം വന്നു? ഇവിടെ മാറ്റം വന്നു. ഞങ്ങള് വാർഷിക പൊതുവോ കൂടുമ്പോഴും അല്ലെങ്കിൽ ചേംബറിൽ ഞങ്ങൾ എന്തെങ്കിലും മീറ്റിംഗ് കൂടുമ്പോഴും പ്രൊഡ്യൂസർ സെഷൻ കൂടുമ്പോഴും ഒക്കെ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും എല്ലാം ഇതിനെതിരെ ഇങ്ങനെ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു നടപടി എടുക്കാനായിട്ട് ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. നടപടി എടുക്കാനായിട്ട് അവര് എത്താത്തതോ അല്ലെങ്കിൽ ചെയ്യാത്തതോ അല്ല, അതിനൊരു മറുപടി അവർക്ക് കിട്ടുന്നില്ല. ഫെഫ്കയിൽ ഞങ്ങള് 10,000-ഓളം മെമ്പർമാരുണ്ട്. ഞങ്ങള് ഫെഫ്ക യൂണിയനിൽ 10,000-ഓളം മെമ്പർമാരുണ്ട്. ഇത്രയും പേര് ജീവിക്കുന്നത് സിനിമ കൊണ്ടാണോ? സിനിമ എന്ന് പറയുന്നത് വ്യവസായമാണ്. ഇപ്പൊ വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അല്ലെ? സിനിമ എന്ന് പറയുന്നത് വ്യവസായമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന അനേകം, ഇപ്പൊ ഈ താരങ്ങളെ മാത്രമേ ഉള്ളൂ പുറത്ത് ആൾക്കാർക്ക് ഒരു കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ പുറകിൽ ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണ്. ഞാൻ എന്നെ പോലെ എല്ലാ എഴുത്തുകാരും രാത്രി നിന്ന് പുറകിൽ നിന്ന് ഇരുന്ന് എഴുതി പിടിപ്പിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് സിനിമ എഴുതി ഉണ്ടാക്കുന്നത്. അത് ജോലിയാണ്. അതിനെ എടുത്തു വെച്ച് ഇരുന്ന് എത്രയെങ്കിലും ദിവസം ഇരുന്നിട്ടായിരിക്കും ഡയറക്ടർ അതിലൊരു സിനിമ ഉണ്ടാക്കുന്നത്, ദൃശ്യം ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അയാളുടെ ആ എഫക്ട് ഭയങ്കരമാണ്. അപ്പോ നമ്മൾ ആഹാരം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരം കളിക്കാനും ഓടാനും മാത്രമല്ല, തലച്ചോറിനും കൂടെ വേണം. അത്രയും ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറാമാൻ മുതൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിക്കാരും അഹോരാത്രം പണിയെടുത്തിട്ടില്ലേ? പണിയെടുത്തിട്ടാണ്. പക്ഷെ ഇവിടെ കളർഫുൾ ആയിട്ട് ജീവിക്കുന്നത് താരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നടീനടങ്ങൾ മാത്രമാണ്. അപ്പൊ ആ ഒരു അങ്ങനെ നടിയടന്മാര് സുഖകരമായി ജീവിക്കുന്നു എന്നുകൊണ്ട് ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞ് അഭിനയിക്കാൻ വന്ന ആളല്ല. ഞാൻ എന്റെ 17 വയസ്സ് മുതൽ സ്റ്റേജിൽ അഭിനയിച്ച ആളാണ്, 16 വരെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സിനിമയെ ഈ രീതിയിൽ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. കരിമ്പടം പോലെ, അല്ലെങ്കിൽ കരിമ്പടം പോലെ എന്നല്ല, എല്ലാ സിനിമകളും വളരെ എഫർട്ട് എടുത്തിട്ട് വളരെ അത്രത്തോളം ത്യാഗം ചെയ്തിട്ടാണ് അതിന്റെ പ്രൊഡ്യൂസർ സഹിതം ഫണ്ടും കൊണ്ടുവന്ന് പടം ചെയ്യുന്നത്. ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. എന്തെല്ലാം വിറ്റുപറിക്കുന്നുള്ളത് എനിക്കറിയാം. എന്തെല്ലാം വിറ്റുപറക്കിയിട്ടിരിക്കുന്ന അറിയാം. എന്താണ്? ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസമാണ് ഈ സിനിമ. അപ്പൊ ചോദിക്കും, ഈ സിനിമ ചെയ്താലേ ഉള്ളൂ ജീവിക്കാം. അതെ, സിനിമയുടെ ജോലിയാണതേ. ആ ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിയാണ് ചെയ്യുന്നത്. കാശ് മുടക്കിയിട്ടുള്ള വ്യവസായമല്ലേ? അല്ല, വെറുതെ അല്ലല്ലോ. അല്ലാതെ കാശ് മുടക്കി ഒരു സാധനത്തിന് എടുത്തിട്ട് ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ കയറി ഇങ്ങനെ പറയുന്ന പണിയല്ല. അപ്പോൾ ചോദിക്കും, അതിലെ പറ്റില്ലെന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്ക് ഒന്ന് വായിച്ച ഒരാൾ പറഞ്ഞതാ, അത് ഷൂട്ട് ചെയ്യണം, അതായത് സ്വന്തമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണം, പിന്നെ എഡിറ്റ് ചെയ്യണം, കാര്യങ്ങളാണ്, പിന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യണം, എന്ത് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അത് മോശമൊന്നല്ല. കാരണം എന്തോരം യൂട്യൂബേഴ്സ് നന്നായിട്ട് ലക്ഷങ്ങളോടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർ അതുപോലുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സിനിമയെ വലിച്ചേറി ഒട്ടിച്ചിട്ടല്ല ചെയ്യുന്നത്.